അമ്മയും കൊച്ചുമോളെല്ലാം അപ്പുറത്തേക്കാണ്. അമ്മയും കൊച്ചുമോളൊക്കെ ഒന്ന് സൈഡ് ഇറങ്ങും. കൊച്ചു ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. എല്ലാരും കാണാൻ ഒരുപാട് ഹാപ്പി. ഞാൻ ഇത്ര ആൾക്കാർ ഒരുമിച്ച് കാണാൻ സാധിക്കുന്നതിന് വലിയ കാര്യമല്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ പോയ സമയത്ത്, ഞാൻ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ എൻ്റെ കൂടെ വിരിച്ചേട്ടനും നമ്മുടെ ഷമീറിക്കൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനിവിടെ ഒറ്റക്കാ കയറി പോകുന്നേ. അപ്പൊ ഞാനിവിടെ തിരിച്ചു വരുമ്പോഴത്തേക്കും ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. കാരണം ഞാനൊരു സീറോയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. ബിഗ് ബോസിലൊക്കെ എത്തിയ സമയത്ത് ഞാൻ ലാലേട്ടൻ എപ്പിസോഡ്സും പറഞ്ഞിട്ടുണ്ട്, 19 പേരിൽ, ആ ഹൗസിലുണ്ടായിരുന്ന 19 പേരിൽ ഏറ്റവും കുറവ് ആൾക്കാർക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെ അറിയില്ല. എൻ്റെ വീഡിയോസ് പ്രഡിക്ഷൻസിലൊക്കെ ആൾക്കാർ എന്നെ കണ്ടിട്ട് എൻ്റെ കുറച്ച് വീഡിയോസ് നോക്കിയതല്ലാണ്ട് ആർക്കും തന്നെ എന്നെ അറിയില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാനിവിടേക്ക് ഒരു 90 ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഈ രീതിയിലേക്ക് ഇവിടെ എത്താൻ സാധിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിയൊരു വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായി. ഞാൻ തിരിച്ചവിടേക്ക് കയറുന്ന സമയത്തിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആക്ച്വലി അതൊരു 49 ദിവസമാണ് എൻ്റെ ഹീലിംഗ് ടൈം പറഞ്ഞിരുന്നത്. 49 ദിവസം കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഹൗസിലേക്ക് ആക്ച്വലി എൻ്റർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പിന്നെ എൻ്റെ നിർബന്ധമായിരുന്നു എനിക്ക് കയറണം എന്നുള്ളത്. ഞാൻ അവിടെ ഒരുപാട് തവണ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് കയറണം എന്നുള്ളത്. എന്നെ ഒരുപാട് നന്നായിട്ട് തന്നെ അവർ ടേക്ക് കെയർ ചെയ്തു. ഐ മീൻ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, എൻ്റെ മോഷൻ ആയിക്കോട്ടെ, അവർ ഏറ്റവും ബെസ്റ്റായിട്ടാണ് എന്നെ ട്രീറ്റ് ചെയ്തത്. ഹോസ്പിറ്റലായിക്കോട്ടെ, ആഫ്റ്റർ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഓരോ ദിവസങ്ങളും അവർ അത്രയും ബെസ്റ്റായിട്ടാണ് എന്നെ അവിടെ നോക്കിയത്. അതിനുശേഷം രണ്ടാമത്തെ 3-ാമത്തെ വീക്കിൽ എനിക്ക് വിഷു എപ്പിസോഡിൽ കയറണമെന്നുണ്ടായിരുന്നു. ഞാൻ വിഷു എപ്പിസോഡിൽ കയറണമെന്ന് ഞാൻ പറയുന്ന സമയത്തും എന്നിട്ട് അവർ പറഞ്ഞു, സിജോ ഇപ്പോൾ ഫിസിക്കലി ഇപ്പോൾ ഓക്കെ അല്ല, റെസ്റ്റ് എടുക്കണം. അങ്ങനെ എന്നെ ഡോക്ടറിൻ്റെ അടുത്ത് എല്ലാ വീക്കും കൊണ്ടുപോകും, ചെക്കപ്പ് നടത്തും. അങ്ങനെ ഞാൻ ഫിസിക്കലി ഓക്കെ ആയി. വായിലെൻ്റെ 4 സ്ക്രൂവും 12 ബാൻഡേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അഴിച്ചതിന് ശേഷമാണ് ഞാൻ കയറുന്നത്. അപ്പോൾ അവരാണ് അത്രയും മനോഹരമായിട്ടാണ് എന്നെ നോക്കിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഈ യാത്രയിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം ആ ഒരു രണ്ടാമത് റീ എൻട്രി എന്ന് പറയുന്നത് തന്നെ എനിക്ക് വിദൂരമായിരുന്നു ഒരുപാട്. പിന്നെ ഞാൻ അവിടെ അത്രയും ദിവസം ഞാൻ ചെന്നൈയിൽ തന്നെ അവിടെ നിൽക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ദിവസം തള്ളി നീക്കുമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരുപാട് പ്രയാസകരമായിട്ടുള്ള കാര്യമായിരുന്നു. ഹോസ്പിറ്റലിലുണ്ടായിരുന്ന ഒരാഴ്ച അതും എനിക്ക് ഭീകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ അവിടെ TV ഇല്ല, പത്രമില്ല, അങ്ങനെ ഒന്നും ഒരു കോണ്ടാക്റ്റും ഇല്ല. അങ്ങനെ നിൽക്കുമെന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരു 25 ദിവസത്തോളം ഞാൻ അവിടെ ഇങ്ങനെ ഒരു അണ്ടറിൽ താമസിച്ചിട്ട് തിരിച്ച് വരിക എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ നിങ്ങൾ എൻ്റെ തീപ്പൊരി പറ്റി ചോദിച്ചു, ഞാൻ പറയാം. അല്ല, അതല്ല, ഇപ്പൊ ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഞാൻ നേരത്തെ പൈറ്റ് എടുത്തിട്ടില്ല. സംബന്ധിച്ചാൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. സിജോന്റെ എവിക്ഷനെ പെട്ട് ഭയങ്കര ചർച്ച നടക്കുന്നുണ്ട്. കാരണം സിജോ ഇപ്പൊ ഔട്ടാവേണ്ട ആളല്ല. സിജോ ഫൈനൽ 5-ൽ വരേണ്ട ആളാണ്. കപ്പടിക്കാൻ പോലും ചാൻസ് ഉള്ള ആളാണെന്ന് പുറത്തുള്ള വിഷയം. ഇപ്പൊ ഈ എവിക്ഷൻ അൺഫെയർ ആയിട്ട് സിജോക്ക് തോന്നുന്നുണ്ടോ? സത്യസന്ധമായിട്ട് കാര്യം പറയാം. അല്ല, അൺഫെയർ എന്നല്ല. ഞാനിവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എന്റെ പ്രതീക്ഷക്കൊത്ത് എല്ലാ കാര്യങ്ങളും നീങ്ങില്ല. എന്റേതല്ല, നമ്മൾ ആര് ബിഗ് ബോസ് മത്സരിക്കാൻ വേണ്ടി പോയാലും നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷക്കൊത്ത് ഒരിക്കലും ബിഗ് ബോസ് മുന്നോട്ട് പോവില്ല. ബിഗ് ബോസ് വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. ഇത് മാറ്റി പിടിക്കുന്ന സീസണാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ആഗ്രഹങ്ങളാണ് നിൽക്കുക, അവിടെ മുന്നോട്ട് പോകുക എന്നുള്ളത്. ഇപ്പൊ എന്റെ കൂടെയുള്ള സായി ആയിക്കോട്ടെ, നിഷാനെ ആയിക്കോട്ടെ, നന്ദൂട്ടനായിക്കോട്ടെ, നമ്മളെല്ലാവരുടെ ആഗ്രഹം എന്താണ്? അവിടെ 100 ഡേയ്സ് നിൽക്കുക, കപ്പടിക്കുക എന്നാണ് എല്ലാവരുടെ ആഗ്രഹം. പക്ഷെ നമ്മൾ പറഞ്ഞില്ല, അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടുന്ന വോട്ട്, നമ്മുടെ പെർഫോമൻസ്, പിന്നെ നമ്മുടെ ഭാഗ്യങ്ങൾ ഒരുപാട് നമ്മുടെ തുണക്കണം. കാരണം ഒരു ദിവസം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാർ എപ്പിസോഡായിരിക്കാം. ലൈവ് കമ്പാരിറ്റീവ്ലി കൗണ്ട് നിങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട്. അപ്പം നമ്മൾ ഇപ്പം ഒരേ സമയത്ത് ലൈവിലാണെങ്കിൽ തന്നെ ഞാൻ ഇപ്പോൾ അവിടെ 10-12 പേരുള്ള സമയത്ത് ഞാൻ സംസാരിക്കുന്നു, സായി സംസാരിക്കുന്നു, ഞങ്ങളെല്ലാം പല സ്ഥലത്തായിരിക്കും സംസാരിക്കുന്നത്. അതിൻ്റെ അറ്റ് എ ടൈം എല്ലാ ഫുട്ടേജും പുറത്തു വരണം പോലും നിർബന്ധമില്ല. അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സമയത്ത് വരേണ്ട ഫുട്ടേജ് ആയിരിക്കും പുറത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ലക്ക് ഫാക്ടർ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കാം, പക്ഷേ പ്രേക്ഷകർ വോട്ട് ചെയ്ത് നമ്മളെ എത്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് ഫൈനൽ 5-ലേക്ക് എത്തണം, കപ്പ് ഉയർത്തണം. പ്രത്യേകിച്ച് രണ്ടാമത് ഞാൻ വന്ന സമയത്ത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് 58 സീസൺ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടാണ് ആ ഓപ്പറേഷൻ ചെയ്ത് പുറത്ത് പോയി തിരിച്ചു വരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടാവും, തീർച്ചയായിട്ടും ഒരു കപ്പടിക്കണം എന്നുള്ളത് അതിൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ ആ ആഗ്രഹം കംപ്ലീറ്റ് ആയില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ദുഃഖിച്ചിരിക്കാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയില്ല എന്ന് വെച്ചിട്ട് പറഞ്ഞാൽ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും സിജോയ്ക്ക് ഭയങ്കര ഫാൻ പവർ ഉള്ളതാണ്. പുറത്ത് സിജോ ഒരുപാട് അതിനകത്തുള്ള അൺഒഫീഷ്യൽ ആയിട്ടുള്ള വോട്ടിംഗ് ലിസ്റ്റിലൊക്കെ 4ാമത് വന്ന സിജോ എങ്ങനെ ഔട്ടായി, അതാണ് ആൾക്കാർക്ക് അറിയേണ്ടത്. അല്ല, അങ്ങനെയല്ല. അതിപ്പോ 4ാമതെന്നുള്ളത് നമുക്ക് അൺഒഫീഷ്യൽ അല്ലേ? ഓക്കെ, ഒഫീഷ്യൽ അല്ലല്ലോ. അല്ല, അത് മനസ്സിലായി. ഒഫീഷ്യലി നല്ലപ്പോ 6ാമതോ 7ാമതോ ആയിരിക്കാം. അല്ലാണ്ട് ഇപ്പൊ എനിക്കെന്ന് പറയാൻ പറ്റും.
അല്ല ഇപ്പൊ ഫാൻസ് പവറിനെ പറ്റി സംശയം ഉണ്ടോ? അല്ല അങ്ങനെ ഫാൻസ് പവർ എന്നല്ലല്ലോ. ഇപ്പൊ അവിടെ ഉള്ള ബാക്കി ഇപ്പൊ 6 പേരാകത്തില്ലേ, അവർക്ക് ഒരുപാട് ഫാൻസ് ഉള്ള ആൾക്കാരല്ലേ, അവരും പവർഫുൾ അല്ലേ. അപ്പൊ നമ്മളിപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പവർ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞ എങ്ങനെ ശരിയാവും? അങ്ങനെയല്ല. നമുക്ക് എല്ലാവരും അവിടെ ഗെയിം കളിക്കുന്ന ആൾക്കാരല്ലേ, എല്ലാവരും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പോൾ എൻ്റെ പവർ കൂടുതൽ അവരുടെ പവർ കുറവൊന്നും ഒരിക്കലും എനിക്ക് പറയാനായിട്ട് സാധിക്കില്ലല്ലോ. അതെല്ലാം പിന്നെ ഞാൻ പറഞ്ഞില്ലോ, ലക്ക് ഫാക്ടർ അല്ലേ. അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞ അവസാനത്തിലാണെങ്കിലും സിജോയും ശ്രീതും കൂടി ഒരുമിച്ചാണ് എവിക്ഷൻ ടൈം വരുന്നത്. അപ്പോഴും ആൾക്കാർ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ശ്രീതുവിന് മറ്റേ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഫാൻസ് ഉള്ള ഒരാളാണ് ശ്രീതു. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കാം. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ എവിടെ നിന്നാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്, നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ വരുമ്പോഴത്തേക്കും എന്നെ ഇഷ്ടപ്പെടുന്ന ഇത്ര ആൾക്കാർ, അവരിഷ്ടപ്പെടുന്ന നമുക്കിത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്ന ആൾക്കാർ എന്നുള്ളത്. അപ്പൊ ഞാനിപ്പോ പറയണേ, ഇപ്പം നമ്മൾ ഒരുപാട് ആൾക്കാർ പുറത്ത് ചർച്ച നടക്കുന്നത് ഒരു ജാസ്മിന് ഫേവറേറ്റ് ആയിട്ടുള്ള ഷോ ആണ് എന്ന് ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സിജോയ്ക്ക് തോന്നിയിട്ടുണ്ടോ? അല്ല അങ്ങനെ ഒരാൾക്ക് ഫേവർ ചെയ്യുന്ന ഒരു സീസൺ അങ്ങനെ ഞാനിതാണ് നോക്കി കാണുന്നതിന്. കാരണം ഞാൻ അതൊക്കെ മത്സരിച്ചൊരു വ്യക്തിയാണ്. അപ്പം ഒരാളെ ഫേവർ ചെയ്ത്, കാരണം ലാലേട്ടൻ തന്നെ എത്രയോ വീക്കെൻഡിൽ അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്, പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരാളെ ഫേവർ ചെയ്ത് മാത്രം ഒരു ഷോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടില്ല പുറത്തുനിന്ന് തീർച്ചയായിട്ടും. അപ്പോൾ അകത്ത് നിൽക്കുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെ ഒരാളെ ഫേവർ ചെയ്തതായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങളല്ല പുറത്തുനിന്ന് കണ്ട ആൾക്കാർ, നിങ്ങളാണ് അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആൾ. ഞാൻ അകത്ത് നിന്ന സമയത്ത് എനിക്ക് ഇന്നാളെ ഫേവർ ചെയ്തു അങ്ങനെ. അപ്പൊ സിജുവിന്റെ ഇതില് കപ്പടിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന കപ്പടിക്കും, അത് ഞങ്ങൾക്ക് അറിയാം. എന്നാലും അങ്ങനെയല്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ എനിക്കിപ്പോ ഒരിക്കലും ഇന്ന ആള് കപ്പടിക്കുമെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. കാരണം നേരത്തെ ബ്രോ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, സിജോ പുറത്ത് പോകില്ലെന്നല്ല വിചാരിച്ചിരുന്നത്. അഫ്കോഴ്സ് ഞാൻ പുറത്ത് പോകില്ലെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇപ്പം ഞാനിപ്പോ പറയാണ് ഇന്നാള് കപ്പടിക്കും എന്ന് പറഞ്ഞ അർത്ഥമില്ല. കാരണം ഓൾറെഡി എന്റെ പ്രഡിക്ഷൻ ഒരു തവണ തെറ്റിപ്പോയ ആളാണ്. അപ്പോൾ ഞാനിപ്പോ വീണ്ടും ഒന്നുകൂടെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്തിനാണ് അങ്ങനെ മുതിരുന്നത്? കാരണം അത് മാത്രമല്ല, ഞാൻ 6 പേരകത്തുള്ള ലാസ്റ്റ് ടൈമിൽ ഞാൻ വന്നിട്ട് ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പൊ നേരത്തെ ബ്രോ പറഞ്ഞ പോലെ സിജോനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ പുറത്തുണ്ടെങ്കിൽ അതപ്പം ഒരു വലിയ വേറൊരു രീതിയിലേക്ക് ഒരു ആംഗിളിലേക്ക് മാത്രം ചുരുക്കുന്ന പോലെ ആയിപ്പോ. ഇപ്പം 6 പേർക്കും എന്തായാലും എന്നെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പുറത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുറത്തും അവരകത്തും ഉള്ളത്. അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉറപ്പായിട്ടും വോട്ട് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ 100 ദിവസത്തെ ഗെയിം കണ്ടില്ലേ, അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ അവിടെ ആരാണോ ഗെയിം കളിച്ചിട്ടുള്ളത് അവർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതനുസരിച്ച് ഒരു വിന്നർ ഉണ്ടാവും. അപ്പൊ അതിനാണ് മാറ്റി കൂടുന്നത് എപ്പോഴും. അല്ല ഇപ്പൊ സിജോ ആണ് ഞങ്ങളുടെ അഭിപ്രായത്തിലും പ്രേക്ഷകരുടെ അഭിപ്രായത്തിലും ഏറ്റവും കൂടുതൽ നല്ലോണം കളിച്ചത് സിജോ ആണ്. ഒരാൾ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നതിലും ഒരാൾ സിജോ ആണ്. എന്തുകൊണ്ട് ഔട്ടായി എന്നാണ് ആൾക്കാർക്ക് അറിയേണ്ടത്? അത് എന്തുകൊണ്ടാ? അതാണ് ചോദ്യം. അതറിയാണ് ഞാൻ പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ അന്വേഷിച്ചിട്ടുള്ളത് കണ്ടെത്താനായിട്ട്. ഞാൻ ആക്ച്വലി ഫോൺ കിട്ടിയത് എനിക്ക് ഇന്നലെയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്വേഷിച്ചിട്ടല്ല അത് കണ്ടെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ പുറത്ത് വന്നു എന്നുള്ളത് ഞാൻ ലാലേട്ടൻ എപ്പിസോഡിലും പറഞ്ഞിരുന്നു. ഞാൻ അവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ ഹാപ്പി ആയിരിക്കും. ഞാൻ ചെയ്യുമ്പോൾ എനിക്കറിയില്ല എന്തൊക്കെയാണ് ആൾക്കാർ കാണുന്നത്, എന്തൊക്കെ ആൾക്കാർ കാണുന്നില്ല എന്ന് എനിക്കറിയില്ല. ഞാൻ പുറത്ത് വരുമ്പോൾ എനിക്ക് ഇനിയാണ് പരിശോധിക്കേണ്ടത്, എന്ത് കണ്ടു എന്ത് കണ്ടില്ല, എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്താണ്, അതെല്ലാം ഞാൻ ഇനിയാണത്. പിന്നെ ഒരു കാര്യം പറയാം, ഇപ്പൊ എന്റെ നന്ദൂട്ടൻ സായി അവർ ഞാൻ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെന്റെ ഒരു ബ്രദറാണ്, എന്റെ സിസ്റ്ററാണ്. അതൊരിക്കലും ബിഗ് ബോസിൽ പോയിട്ട് കോംബോ ഉണ്ടാക്കി വോട്ട് അങ്ങനൊന്നും അല്ല എന്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എന്നെ സംബന്ധിച്ചോളം എന്റെ ഏറ്റവും മോശം സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, അർജുൻ, ശരണ്യ, സായി, നന്ദന എന്നുള്ള 4 പേരുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചോളം എന്റെ ഒരുപാട് മോശം കണ്ടീഷൻ. ഇപ്പോൾ ഹോട്ടൽ ടാസ്കിനിടയിൽ എനിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞത് സിജോ ഹോട്ടൽ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല, മാറി നിൽക്കണമെന്നാണ് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഗെയിം കളിക്കണം. അന്ന് എനിക്ക് 1.5 മണിക്കൂറിനെ ട്രിപ്പ് കിടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് 12 മെഡിസിൻസ് യൂസ് ഉണ്ടായിരുന്നു, ടാബ്ലറ്റ്സ് യൂസ് ഉണ്ടായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചോളം ആ ഒരു മോശം സമയത്ത് എൻ്റെ കൂടെ നിന്ന ആൾക്കാരാണ് അവരൊരിക്കലും ഗെയിമേഴ്സ് ഒന്നും അല്ല. ഇപ്പോൾ ഈ നിൽക്കുന്ന നന്ദൂട്ടനാണ് എന്നെ എല്ലാ ദിവസം വന്നിട്ട് ചേട്ടാ ഈ മെഡിസിൻ കഴിക്കുക, ഈ വെള്ളം കുടിക്കുക. അപ്പൊ അത് ഗെയിം അല്ലല്ലോ, അതൊരു നമുക്കൊരു ലൈഫിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ആൾക്കാരാണ്. അവരെ നമുക്ക് ഗെയിമേഴ്സ് ആയിട്ട് കണ്ട് അല്ലെങ്കിൽ ഓപ്പണൻസ് ആയിട്ട് കണ്ട് മത്സരിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച കുറച്ച് ബന്ധങ്ങളാണ്. അല്ലെങ്കിൽ അവരിവിടെ വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സായിബ് മലപ്പുറത്തുനിന്നും അവർ തൃശ്ശൂരിൽ നിന്നൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ ആത്മബന്ധം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല. എത്ര ആൾക്കാർ കൊച്ചിയിലുണ്ട്. അപ്പൊ അതൊരു ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കുന്നൊരു ബന്ധമാണ്, അവിടെ ഉണ്ടാകുന്നൊരു ബന്ധമാണ്. ഉണ്ടാക്കപ്പെട്ടതല്ല, അത് ഉണ്ടായി വന്നതാണ്. അതിനുള്ള വാല്യൂ എപ്പോഴും എനിക്ക് ഭയങ്കര ഹൈ ആയിരിക്കും. ഈ അർജുന്റെ കരച്ചിൽ നാടകമാണെന്ന് ഞാൻ ഇട്ടേക്കുന്ന മാല അർജുൻ്റെയാണ്. അർജുൻ്റെ മാലയാണ് ഞാൻ ഇട്ടേക്കുന്നത്. എനിക്ക് അകത്തെയും പുറത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ അവിടെ എപ്പിസോഡ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ ഏറ്റവും ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന, അതായത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന 4 ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരു 5ാമത്തെ ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ. ആ ആൾക്കാരുടെ കൂട്ടത്തിൽ അർജുനുണ്ട്. അപ്പോൾ
ഒരാൾ കരയുമ്പോഴത്തേക്കും അയാൾ കള്ളക്കരച്ചിലാണ് മറ്റാണ് മറിച്ചാണ് പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി ഒട്ടും അത് ഞാനെന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെ ഒരിക്കലും പറയില്ല. പിന്നെ ഞാൻ അർജുൻ എങ്ങനെയായിരുന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം അവിടെ വെച്ചിട്ട്. അത് പുറത്ത് വന്നിട്ട് അത് പ്രൂവ് ചെയ്യുക, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ ഒരു സൗഹൃദത്തെ അല്ലെങ്കിൽ ഒരു ബന്ധത്തെ എന്തിനാ പ്രൂവ് ചെയ്യാൻ നിൽക്കുന്നത്? നമുക്ക് കാണാം. Thank you so much. Thank you, yes bro. Thank you so much. Hi, perfect. അവിടെ നിൽക്കും. തായി വന്നു വരാൻ എങ്ങോട്ടാ അയാൾ അദ്ദേഹത്തോട് ദേഷ്യമുണ്ടോ? ദേഷ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല. അത് ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്തു. അത് ഇനി ഇല്ലല്ലോ അതിനകത്ത്. അദ്ദേഹത്തോട് എന്താ പറയാനുള്ളത്? ഒന്നും പറയാം. എന്തിനാ പറഞ്ഞിട്ട്